നീതിക്ക് വേണ്ടിയുള്ള ഞങ്ങളുടെ സമര പോരാട്ടം 2024 ആഗസ്റ്റ് 24 ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾ കാണുക. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ല മൂവാറ്റുപുഴ താലൂക്ക് എലഞ്ഞി പഞ്ചായത്തിൽ 3-ാം വാർഡിൽപ്പെട്ട കൂരിമല എന്ന് പറയുന്ന സ്നേഹമലയിൽ വിനോദസഞ്ചാരികൾക്കായി സ്ഥാപിച്ചിട്ടുള്ള വാച്ച് ടവറും മണ്ഡപത്തിനും സമീപമാണ്. 6 ജില്ലകളുടെ ഭാഗങ്ങൾ കാണാൻ കഴിയുന്ന ഈ സ്നേഹമലയിൽ അനേക വിനോദസഞ്ചാരികൾ വന്നു പോകുന്നു. ഇതുപോലെ പ്രകൃതി മനോഹരമായ ദീർഘദൂര കാഴ്ചകൾ കാണാൻ കഴിയുന്ന മറ്റൊരു മലയും കേരളത്തിലില്ല. ഈ മലയുടെ ഉയരത്തിൽ ഈ വാച്ച് ടവറിനേക്കാൾ ഉയരമുള്ള വാച്ച് ടവറും റോപ്പും ഹെലിപ്പാഡും ആവശ്യമായ മറ്റു സൗകര്യങ്ങളും ഉണ്ടാക്കി ലോക നിലവാരമുള്ള ടൂറിസം മേഖലയാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട് 2015 മുതൽ ഞങ്ങൾ സമരരംഗത്ത് നിലകൊള്ളുന്നവരാണ്. മലയുടെ പടിഞ്ഞാറേ അറ്റം കാറിയുടമ നശിപ്പിച്ചുകൊണ്ട് കിഴക്കേ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് LDF സർക്കാർ, ഹൈക്കോടതി, ജില്ലാ കളക്ടർ, RDO തുടങ്ങിയ ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം ഞാൻ പരാതികൾ സമർപ്പിച്ചിട്ടുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 2017 ഞങ്ങൾ സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്തപ്പോൾ തിരുവനന്തപുരം പട്ടണത്തിൽ ഒറ്റപ്പെട്ടു പോയ കുറേ ദിവസങ്ങളിൽ നിന്നും എനിക്കൊരു സത്യം മനസ്സിലായി. ഈ സ്നേഹമലയ്ക്കു വേണ്ടി സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്ത ഞാൻ ഒരു ലോകം മരമണ്ടനാണെന്ന മഹാസത്യം. സെക്രട്ടേറിയറ്റ് സമരം കഴിഞ്ഞ് 6 വർഷക്കാലം ഞങ്ങൾ ഈ ഗ്രാമത്തിൽ നിന്നും മാറി താമസിക്കുകയായിരുന്നു. 2 മാസമായി ഞങ്ങൾ ഈ ഗ്രാമത്തിൻ്റെ താഴ്വാരത്തിൽ താമസമാക്കിയിട്ട്. ഒരു അപകടത്തിൽ നിന്നും മറ്റൊരു മഹാ അപകടത്തിലേക്ക് എന്ന പോലെ ഇത്രയും ദിവസം കൊണ്ട് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു ദയനീയമായ അവസ്ഥയാണ് ഞങ്ങൾക്ക് ഈ ഗ്രാമത്തിൽ അറിയാൻ കഴിഞ്ഞത്. പാറമടയും ടൂറിസവും ഈ മനോഹരമായ ഗ്രാമത്തെയും ഗ്രാമവാസികളെയും ഒരുപോലെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന മഹാസത്യം. ടൂറിസത്തിൻ്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും മയക്കുമരുന്ന് വിൽപ്പനയും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഗ്രാമത്തിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ 15 വയസ്സിന് മുകളിലേക്കുള്ള ചില കുട്ടികൾ കഞ്ചാവിൻ്റെയും മദ്യത്തിൻ്റെയും പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞു. ഈ വളരെ ദയനീയമായ അവസ്ഥ കാണുമ്പോൾ അന്തരിച്ച മലയാളം സിനിമാ നടൻ സുകുമാരൻ്റെ ഡയലോഗാണ് എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അയ്യോ പാവം, ഇനി ഇവിടെ നടക്കാനുള്ളത് ബലാത്സംഗവും കൊലപാതകവുമാണ്. സഹകരണ സംഘം ദിനം പ്രതി ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനു വേണ്ടതായ കാർഡുകളും സൗകര്യങ്ങളും ഈ സ്നേഹമലയിലുണ്ട്. ഈ സഹകരണ സംഘത്തിൽ സഹകരണം ഇല്ലാതാകുമ്പോഴാണല്ലോ ബലാത്സംഗമായി മാറുന്നത്. ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി ഭരണാധികാരികളും പോലീസ് അധികാരികളും വളരെ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഗ്രാമത്തെ സംരക്ഷിച്ചു നിലനിർത്തണമെന്ന പരാതി ബന്ധപ്പെട്ട അധികാരികൾക്കെല്ലാം ഞാൻ കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട മൂവാറ്റുപുഴ RDO എന്നോട് ഹാജരാകാൻ പറഞ്ഞതനുസരിച്ച് ഞാൻ RDO ഓഫീസിൽ ചെന്നപ്പോൾ പ്രതിക്കു പകരം മറ്റൊരാളാണ് ഹാജരായത്. മലയുടെ പകുതിയോളം വരുന്ന കിഴക്ക് പടിഞ്ഞാറ് വടക്കു ഭാഗത്ത് ഒന്നായി കിടക്കുന്ന റവന്യൂ ഭൂമി നിലനിർത്തി മലയെ സംരക്ഷിക്കണമെന്ന എൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് പ്രതിഭാഗത്തു നിന്നും ഹാജരായ ആളോട് പാറ പൊട്ടിക്കരുതെന്ന നിർദ്ദേശം നൽകി അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിച്ച് പാറ പൊട്ടിക്കില്ല എന്ന് ബഹുമാനപ്പെട്ട RDO എനിക്ക് ഉറപ്പ് നൽകിയിരുന്നു. ഈ റവന്യൂ ഭൂമിയുടെ തെക്കുഭാഗത്തുള്ള ഭൂമിയെല്ലാം വ്യക്തികളുടെ പേരിലായിരുന്നു. ആ ഭൂമിയെല്ലാം വ്യക്തികളിൽ നിന്നും ക്വാറിയുടമ കൈവശമാക്കിയിരിക്കുകയാണ്. ഇങ്ങനെയൊരു മലയെ സംരക്ഷിച്ച് നിലനിർത്തി ലോക നിലവാരമുള്ള ടൂറിസം മേഖലയാക്കി മാറ്റി സർക്കാരിന് എക്കാലവും വരുമാനം കിട്ടുന്നതായ എൻ്റെ നിർദ്ദേശം അംഗീകരിച്ച് ഈ ഭൂപ്രകൃതിയെയും നിലനിർത്താൻ 100% ബാധ്യസ്ഥരായ ഭരണകൂടത്തിനും നീതിപീഠത്തിനും കഴിയുന്നില്ല എങ്കിൽ എക്കാലവും കേരള ജനസമൂഹത്തിൻ്റെ മുന്നിൽ ഇവർക്ക് തലകുനിച്ച് നിൽക്കേണ്ടതായി വരും. പണവും സ്വാധീനവും കൊണ്ടും ഇവരെയെല്ലാം കീഴടക്കാൻ കഴിയുമെന്ന് കാണിച്ചു തന്ന കാറിയുടമകളായ ബഹുമാന്യരായ സാറുമാരെ, നിങ്ങളോട് എനിക്ക് ദേഷ്യമോ വൈരാഗ്യമോ ഇല്ല. പിച്ച വെച്ച് ഞാൻ ഓടിക്കളിച്ച് വളർന്ന ആദ്യ അക്ഷരമാണ് എനിക്കെൻ്റെ ഈ സ്നേഹഗ്രാമം. ഈ ഗ്രാമത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സാറിനെ ഞാനൊരു മഹാക്രൂരനായി കാണുന്നില്ല. കാരണം ഭരണാധികാരികൾ താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടി നിങ്ങളല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഈ മലയെ നശിപ്പിക്കാൻ കൊടുക്കും. ഈ വീഡിയോയിലൂടെ ബഹുമാനപ്പെട്ട കാറിയുടമയോട് എനിക്ക് പറയാനുള്ളത് ഇപ്രകാരമാണ്. വലിയ ലാഭം പ്രതീക്ഷിക്കാതെ ന്യായമായ ലാഭം സാറിന് കിട്ടുമെന്ന് തോന്നുന്നുവെങ്കിൽ ലോക നിലവാരമുള്ള ടൂറിസം മേഖലയാക്കി
മുന്നോട്ട് പ്രവർത്തിച്ചാൽ ഞങ്ങളുടെ ഈ സ്നേഹമലയെ, ഈ ഭൂപ്രകൃതിയെ, ഈ ഗ്രാമത്തിൻ്റെ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഗ്രാമവാസികളെ പ്രകൃതിപരമായ ദുരന്തത്തിൽ നിന്നും സംരക്ഷിച്ചു നിലനിർത്തിയെന്ന അംഗീകാരവും ബഹുമതിയും എക്കാലവും സാറിന് കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. സ്നേഹാലയ സ്വാമിനാഥൻ യൂട്യൂബിലെ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുക. പ്രപഞ്ചം നിറഞ്ഞ സ്നേഹത്തോടെ ഞങ്ങൾ സ്നേഹമല.